അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, മറിയക്കുട്ടിയുടെ ഹർജി എന്തായാലും നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് പക്ഷേ കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങൾ ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പെൻഷൻ മുടങ്ങാൻ കാരണമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും ചിലവഴിക്കാൻ പണമുണ്ടല്ലോ, മുൻഗണന നൽകാത്തതാണ് ഇതിന് പ്രശ്നമെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ? ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. മറിയക്കുട്ടിയാണ് കേരളത്തിന്റെ താരം. ഇപ്പോ വാസ്തവത്തില് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ സാമൂഹിക നിരീക്ഷകരും അടക്കമുള്ള പലരും ചൂണ്ടിക്കാണിച്ച വിഷയം, ആ വിഷയം അംഗീകരിക്കാനോ അനുസരിക്കാനോ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, തൻ പ്രമാണിത്വം കാണിച്ച് ബാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങളെ നിരാകരിച്ച് ഏതാണ്ടൊരു പ്രജാപതിയുടെ ധൂർത്തും പ്രജാപതിയുടെ ധാർഷ്ട്യവുമായിട്ട് പോയ ഗവൺമെന്റിന്റെ തലക്ക് കിട്ടിയിട്ടുള്ള അടിയാണ് വാസ്തവത്തിൽ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. യാതൊരു സംശയവുമില്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം യാഥാർത്ഥ്യമാണ്. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ തയ്യാറാവാത്ത സർക്കാർ ലക്ഷങ്ങൾ ചെലവാക്കി ധൂർത്ത് നടത്തുമ്പം ഹൈക്കോടതിയെങ്കിലും അത് പറഞ്ഞല്ലോ. വാസ്തവത്തിൽ ഇത് പിണറായി വിജയന്റെ തലമണ്ടയ്ക്ക് കിട്ടിയ അടിയാണ്, ധിക്കാരത്തിന് കിട്ടിയ അടിയാണ്, ധൂർത്തിനെതിരായി കിട്ടിയ അടിയാണ്. യാതൊരു സംശയവുമില്ല, ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ. ക്രിസ്മസ് വരികയാണ്. ഇന്നത്തെ വാർത്ത കേട്ടത് കേരളീയത്തിന് വേണ്ടി 28 കോടി ചെലവാക്കി, അല്ല 48 കോടി ചെലവാക്കി കേരളീയത്തിന് വേണ്ടി. പക്ഷെ കേരളീയത്തിലെ കലാകാരന്മാർക്ക് കൊണ്ട് പണം കൊടുത്തിട്ടില്ല. അപ്പൊ ഈ പൈസ ചെലവാക്കിയ പൈസ ഒക്കെ എവിടേക്കാ പോയേ? ലൈറ്റ് ഇടാൻ വേണ്ടി 3 കോടി കൊടുത്തു. അപ്പൊ ഇപ്പോ കേരളീയത്തിൽ ഇന്നത്തെ വാർത്ത അനുസരിച്ച് കലാകാരന്മാർക്ക് പൈസ കൊടുത്തിട്ടില്ല, അവര് പട്ടണിയില്ല. അപ്പൊ ഈ ഗവൺമെന്റ് തട്ടിപ്പും വെട്ടിപ്പുമായിട്ട്, അഴിമതിയായിട്ട്, ധൂർത്തായിട്ട്, കെടുകാര്യസ്ഥതയോടെ ഇത് ചോദ്യം ചെയ്യാൻ പോകുന്ന ആളുകളെ പൂച്ചട്ടി കൊണ്ടും ഒക്കെ തലയിലടിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, ഗൺമാനെ ഉപയോഗിച്ച് മർദ്ദിച്ച്, കിരാതമായ ഒരു ഫാസിസ്റ്റ്, കിരാതമായ ഒരു ധാർഷ്ട്യത്തോടുകൂടി, ഒരു മർക്കടമുഷ്ടിയോടുകൂടി പോകുന്ന സർക്കാരിനെതിരായിട്ടാണ് ഈ നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെതിരായിട്ടുള്ള നിരീക്ഷണം. വാസ്തവത്തിൽ ഈ ഒരു ഒറ്റ നിരീക്ഷണം മതി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം. പിണറായി സർക്കാരിനെതിരായിട്ടുള്ള നിരീക്ഷണമാണ്. ഇത് പിണറായി സർക്കാരിനെതിരായ നിരീക്ഷണമാണ്, സർക്കാരിന്റെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള നിരീക്ഷണമാണ്, യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കാരണം ഈ സംസ്ഥാനത്ത് ഫണ്ടില്ല എന്ന് വരുമ്പോഴേക്ക് കേന്ദ്രത്തെ പഴിപറിച്ചിലാണ് സ്ഥിരമായി നടക്കുന്നത്. ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോഴും. കാരണം കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഹർജിയിൽ മറിയക്കുട്ടിയും പറയുന്ന കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തിന് പണം നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടണം, അല്ലെ കോടതി ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത്. ഇങ്ങനെ തുടർച്ചയായി എനിക്ക് തോന്നുന്നു ഒരു കള്ളം പലതവണ പറഞ്ഞാൽ സത്യമാക്കാനുള്ളൊരു സർക്കാരിന് നീക്കമുണ്ടല്ലോ, അതിവിടെയും പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത് സംശയമില്ല, അത് സർക്കാരിന്റെ നീക്കമല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീക്കമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ക കളവല്ലേ പറയുള്ളൂ. കള്ളത്തരം പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത തോതിലുള്ള ഒരു തരത്തിലുള്ള ഒരു യൂഫോറിയ ഉണ്ടാക്കൽ അവരുടെ പരിപാടിയാണ്. എല്ലാ കാലഘട്ടത്തിലും കേന്ദ്രത്തിനെതിരെ സംസാരിക്കുക. കേന്ദ്രമാണ് എല്ലാം ചെയ്തത്, ഇന്ന് തുടങ്ങിയതല്ല. ആരാണോ കേന്ദ്രം ഇവർക്കെതിരായി ഭരിക്കുന്നത് ആ സമയം അവർ കേന്ദ്രത്തിനെ പറയും. ആദ്യമൊക്കെ കേന്ദ്രമായിരുന്നില്ല, അമേരിക്കയായിരുന്നു. CAA ആണ് കുഴപ്പമുണ്ടാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ CAA കുഴപ്പമുണ്ടാക്കണം. നമ്മുടെ പാവപ്പെട്ട കേരളത്തിലെ കുറെ ജനങ്ങളത് വിശ്വസിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേൽ സാമ്രാജ്യത്വവും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാണ് പിണറായി വിജയനെതിരെ പടക്കോപ്പ് ഉണ്ടാക്കുന്നത് എന്നും വരെ ഇവർ പറയുന്നുണ്ട്. ഇപ്പൊ കേന്ദ്രമാണ്. കേന്ദ്രം കൊടുക്കുന്നില്ല. 10 പൈസ കേന്ദ്രം കൊടുക്കാനുമില്ല. കേന്ദ്രം കൊടുക്കാനായിട്ട് ഇവര് ഇപ്പൊ മറിയക്കുട്ടി കോടതി പോയ പോലെ ഇവര് കോടതി പോട്ടെ. ഇവര് സുപ്രീം കോടതി പോകുന്നൊക്കെ വെറുതെ വീമ്പ് പറയുന്നതല്ലേ. പോകാത്ത ഇവർക്ക് പോകാൻ കഴിയില്ല. കാരണം കേന്ദ്രം കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്രാന്റ്, ഡെഫിസിറ്റ് ഗ്രാന്റ്, ആ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കിട്ടിയ സംസ്ഥാനമാണ് ഈ കേരളം. ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന് കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. വാസ്തവത്തിൽ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും ഈ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിട്ടില്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഈ കേരളത്തിനാണ്. എന്ന് മാത്രമല്ല, ആ കടത്തിന്റെ പരിധിയും കഴിഞ്ഞ്, അതിനപ്പുറത്തെ പരിധിയും കഴിഞ്ഞു. വാസ്തവത്തില് 2003 നിയമം അനുസരിച്ച് 3% GSTPയുടെ 3% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ 3% അല്ല, 4.5%. ഇനി സഞ്ചിത കടം എന്ന് പറയുന്നത് 29%. ഇത് സഞ്ചിത കടം 38-39 ആയി. ഇപ്പൊ
കടം മേടിക്കുക തിന്നുക, കടം മേടിക്കുക തിന്നുക, കടം മേടിക്കുക അഴിമതി കാട്ടുക, കടം മേടിക്കുക അടിച്ചു മാറ്റുക, കടം മേടിക്കുക അടിച്ചു മാറ്റുക, കടം മേടിക്കുക തിന്നുക. ഇത് മാത്രമേ ഉള്ളൂ ഈ കള്ളന്മാർ. ഇവര് നികുതി പോലും പിരിക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പറയാം നികുതി ഞങ്ങൾ പിരിച്ചു കഴിഞ്ഞു. ഇവിടെ ഇദ്ദേഹത്തിന്റെ കൺട്രോളറുടെ ജനറലിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം 28,858 കോടി രൂപ പിരിക്കാനുണ്ട്. സ്വർണ്ണ വ്യാപാരിയുടെ പൈസ പിരിക്കും, സ്വർണ്ണ കച്ചവടക്കാരുടെ പിരിക്കുന്നില്ല. അതെങ്ങനെ പിരിക്കുക? പിരിക്കുന്നതിന് പകരം GSTയുടെ ഇത് പിരിക്കേണ്ട ആളെ ആദരിക്കുകയല്ലേ ചെയ്യുന്നത്. എങ്ങനെ? കേരളീയത്തിന് നടത്തിയ കേരളീയം പരിപാടിക്ക് സ്പോൺസർഷിപ്പിന് തപ്പി നടന്നതിന്റെ പേരിൽ. അപ്പൊ പൈസ പിരിക്കണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. നിയമ നടപടി സ്വീകരിച്ചാൽ പിന്നെ ഇവരാരും സ്പോൺസർ ചെയ്യില്ല. അപ്പൊ സ്പോൺസർഷിപ്പിന് വേണ്ടി ഇവന്മാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്, AKG സെന്ററിന് വേണ്ടി ഇവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ്. ഇവരും AKG സെന്ററും CPM-ഉം ഒക്കെ ആയിട്ടുള്ള ഒരു പുറംവാതിലൂടെയുള്ള പണവിഹിത ഇടപാടുകൾ നടക്കുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടിണിയായിട്ട് തെരുവിൽ അലയുന്നത്, ബുദ്ധിമുട്ടുന്നത്. വ്യക്തമാണ്. വളരെയധികം നന്ദി.